അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. സ്നേഹ ബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, സൂറത്തുൽ ഫാത്തിറിന്റെ 12 ആയത്തുകളാണ് നാം ഇതുവരെ വിശദീകരിച്ചത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യൂലിജുൽ ലൈല ഫിന്നഹാരി വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ വസഖറ അശ്-ശംസ വൽ ഖമറ കുല്ലുൻ യജ്രി ലിഅജലിൻ മുസമ്മ. കുല്ലുയ്യ, തൻവീനിന്റെ ശേഷം യാ വന്നു, ഇദ്ഗാമും ബിഗുന്നയാണ്. അജലിമ്മു, അവിടെയും തൻവീനിന് ശേഷം മീമു വരുമ്പോൾ ഇദ്ഗാമും ബിഗുന്നയാണ്. ദാലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക് വല്ലദീന തദ്ഉന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ. അവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം ഖാഫ് വരുമ്പോൾ ഇഖ്ഫാ ചെയ്ത് മണിച്ചോദണം. അതന്നെയാണ് മിഅദൂനിഹി എന്നിടത്തിലും ഇഖ്ഫാ ചെയ്ത് മണിച്ചോദണം. തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. യാ അയ്യുഹൻ നാസു അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. ഫുഖറാഉ മദ് മുത്തസിലാണ്. ആത്തും എന്നിടത്ത് ഇഖ്ഫാ ചെയ്ത് മണിച്ചോദണം. വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്. ഇൻ യശഅ യുദ്ഹിബുക്കും വയഅതി ബിഖൽഖിൻ ജദീദ് വമാ ദാലിക അലല്ലാഹി ബിഅസീസ്. കഴിഞ്ഞ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെ പറ്റി എടുത്തു പറയുകയായിരുന്നു. അതിന്റെ തുടർച്ചയാണ് യൂലിജുൽ ലൈല ഫിന്നഹാരി വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ. വലജ യലിജു എന്ന് പറയുന്നതിന്റെ ഔലജ യൂലിജു, പ്രവേശിപ്പിക്കുക, കടത്തുക എന്നൊക്കെയാണ് അർത്ഥം. രാവിനെ പ്രവേശിപ്പിക്കുന്നു, ഫിന്നഹാരി പകലിലേക്ക്. അവൻ രാവിനെ പകലിലേക്ക് പ്രവേശിപ്പിക്കുന്നു, പകലിനെ രാവിലേക്കും പ്രവേശിപ്പിക്കുന്നു. യൂലിജുൻ നഹാറ ഫിൽ ലൈൽ. ശാസ്ത്രത്തിന്റെ ആധുനികമായ അതിൻ്റെ നിഗമനം, അഥവാ ഏറ്റവും അവസാനമായി സൂര്യനും ചന്ദ്രനും അതേപ്രകാരം തന്നെ ഭൂമിയുമൊക്കെ നിലകൊള്ളുന്നതിൻ്റെ ആ ചിത്രം നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നാൽ ഈ പദപ്രയോഗത്തിന്റെ മനോഹാരിത നമുക്ക് മനസ്സിലാകും. കാരണം നോക്കൂ, നിങ്ങൾ എത്ര മനോഹരമായിട്ടാണ് രാപ്പകലുകളുടെ വ്യത്യാസത്തെ പറ്റി അള്ളാഹു പറയുന്നത്. നോക്കൂ, ഭൂമി ഇങ്ങനെ ഓരോ സമയത്തും പകല് രാവിലേക്കും രാവ് പകലിലേക്കും ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഭൂമി അതിൻ്റെ നിവാസികളിലേക്ക് ഓരോ നിമിഷത്തിലും രാവും പകലും അതിൻ്റെ സഞ്ചാരം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹു ആ ഒരർത്ഥത്തിൽ തന്നെ രാവിനെ പകലിലേക്കും പകലിനെ രാവിലേക്കും പ്രവേശിപ്പിക്കുന്നു എന്ന് പഠിപ്പിച്ചു തരികയാണ്. ഈ രാപ്പകലുകളുടെ വ്യത്യാസം തന്നെ മനുഷ്യ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമാണ്. ഖുർആൻ രാവിനെ നമുക്ക് വിശ്രമമാക്കിയെന്നും പകലിനെ നമുക്ക് അധ്വാനത്തിന്റെ വേളയാക്കിയെന്നും പറഞ്ഞു തരുന്നുണ്ടല്ലോ. രാത്രി വിശ്രമിച്ചാലേ പകൽ അധ്വാനിക്കാൻ പറ്റുള്ളൂ. അപ്പോ ഈ ഒരു സംവിധാനം പോലും മനുഷ്യ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ്. വസഖറ ശംസ വൽ ഖമറ. സഖറ ശംസ, സൂര്യനെ അധീനപ്പെടുത്തി തന്നു, കീഴ്പ്പെടുത്തി തന്നു.
സൂര്യനെയും ചന്ദ്രനെയും ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് മനുഷ്യന്റെ ജീവിതത്തിന്റെ എളുപ്പത്തിന് വേണ്ടി കൂടിയാണ്. കാരണം ഭൂമിയിൽ സൂര്യനില്ല എങ്കിൽ, സൂര്യന്റെ വെളിച്ചമില്ലെങ്കിൽ, സൂര്യന്റെ ഊർജമില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ ഭൂമിയിൽ ഒന്നും ഉണ്ടാവില്ല. ഇവിടെ സസ്യങ്ങളുണ്ടാവില്ല, ഇവിടെ മരങ്ങളുണ്ടാവില്ല, ഇവിടെ ഭക്ഷണമുണ്ടാവില്ല, ഇവിടെ ജീവജാലങ്ങളില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പൊ സൂര്യനെയും ചന്ദ്രനെയും നമുക്ക് കീഴ്പ്പെടുത്തി തന്നു. കുല്ലുൻ, ഇവയെല്ലാം യജിരി, സഞ്ചരിക്കുന്നുണ്ട്, ലി അജലിം മുസമ്മ, ഒരു നിശ്ചിത അവധി വരെ. അജൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു അതിർത്തി, അവധി എന്നൊക്കെയാണ്. മുസമ്മ, നിർണയിക്കപ്പെട്ട ഒരവധി വരെ അതിങ്ങനെ സഞ്ചരിക്കുന്നു. താലിക്കുമുല്ലാഹു റബ്ബുക്കും, അവനാണ് നിങ്ങളുടെ നാഥൻ. ലഹുൽ മുൽക്ക്, എല്ലാ അധികാരങ്ങളും. അൽ മുൽക്ക് എന്ന് പറഞ്ഞാൽ എല്ലാറ്റിൻ്റെയും അധികാരം അവനാണ്. നോക്കൂ, മനുഷ്യ ജീവിതത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളെ പറ്റി പറഞ്ഞിട്ട് എല്ലാം അള്ളാഹ്ക്കാണെന്ന് പറഞ്ഞതിന് ശേഷം ഇവിടെ സൂര്യന്റെയും ചന്ദ്രന്റെയും ചലനങ്ങളെ പറ്റി ഒന്ന് പറയേണ്ടതുണ്ട്. സൂറത്ത് യാസീൻ വിശദീകരിച്ചപ്പോൾ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. കാരണം സൂര്യനും ചന്ദ്രനുമൊക്കെ ചെറു ചലനങ്ങളുണ്ട്. ഭൂമിയും ചലിക്കുന്നുണ്ട്, സൂര്യനും ചലിക്കുന്നുണ്ട്, ചന്ദ്രനും ചലിക്കുന്നുണ്ട്. പക്ഷെ ഭൂമിയാണ് പ്രധാനമായും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് രാവും പകലും മാറി മാറി വരുന്നത് എന്നതാണ്. അത് ആ രൂപത്തിൽ തന്നെ മനസ്സിലാക്കിയാലും സൂര്യന് ചലനമില്ല, സൂര്യൻ നിന്നേടത്ത് തന്നെ നിൽക്കുകയാണ് എന്ന് ഇപ്പോഴും ആരും പറയുന്നില്ല. കാരണം വളരെ കൃത്യമായി നമുക്ക് തന്നെ അറിയാം എന്തുകൊണ്ട് പകല് കൂടി വരുന്നു, എന്തുകൊണ്ട് ചില സമയത്ത് രാവ് കുറഞ്ഞു വരുന്നു, രാവ് കൂടി വരുന്നു. ഇത് സൂര്യന്റെ ചില ചെറു ചലനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ആ അർത്ഥത്തിൽ ഇവയൊക്കെ അതിന്റെ ചലനങ്ങൾ അള്ളാഹു നിശ്ചയിച്ച പരിധിയിലും നിർണയത്തിലും അങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ഈ പരിധി നിശ്ചയിച്ചത്? ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു സംഗതിയാണ്, സൂര്യൻ ഒരൽപ്പം നിന്നിടത്ത് നിന്ന് കുറച്ച് മുകളിലേക്കായിരുന്നുവെങ്കിൽ ഭൂമി തണുത്തു പോയേനെ. ഭൂമിയിലേക്ക് ഒരൽപ്പം താഴ്ന്നിട്ടാണ് സൂര്യൻ ഉണ്ടായിരുന്നതെങ്കിൽ ഭൂമിയിൽ നമ്മൾ ചൂട് കൊണ്ട് വസിക്കാൻ കഴിയാതെ പോയേനെ. എത്ര കൃത്യമാണ് പ്രിയപ്പെട്ടവരെ അതിൻ്റെ നിർണയസ്ഥാനങ്ങൾ. അള്ളാഹു അത് എടുത്തു പറയല്ലേ. ഇതിനൊക്കെ നിഷേധിക്കുന്ന ദൈവനിഷേധികളും നിരീശ്വരവാദികളും ഇസ്ലാം വിരോധികളൊക്കെ നമ്മൾ ആലോചിക്കേണ്ട സംഗതിയാണ്. ഇതിൻ്റെയൊക്കെ പിന്നിൽ വേറാരെങ്കിലും ആണെന്ന് പറയാൻ ആർക്ക് കഴിയും? അവൻ എത്ര ബുദ്ധിശൂന്യനാണ്. ഈ പ്രപഞ്ചത്തിന്റെ ആ നാഥനല്ലാത്ത മറ്റൊരാൾക്കും ഇത്ര കൃത്യമായി ഭൂമിയിലെ ജീവന്റെ സംവിധാനം ആക്കാൻ കഴിയില്ല. അള്ളാഹ് പറയാണ്, ദാലിക്കുമുല്ലാഹ്, അത് അള്ളാഹുവാണ്. ആ അള്ളാഹുവാണ് എല്ലാ അധികാരങ്ങളും ഉള്ളത്. വല്ലദീന തദഊന മിൻ ദൂനിഹി, അവന് പുറമേ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, മാ യംലികൂന, അവരധികാരപ്പെടുത്തുന്നില്ല, ഉടമപ്പെടുത്തുന്നില്ല, മിൻ ഖിത്മീർ. ഖിത്മീർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാരക്കയും ഈത്തപ്പഴമൊക്കെ കഴിക്കുമ്പോൾ, ഇപ്പോൾ നോമ്പാണല്ലോ, അതിൻ്റെ ഉള്ളിലെ കുരുവിൻ്റെ പുറത്തൊരു നേരിയ പാടയുണ്ട്. ആ നേരിയ പാടക്കാണ് ഖിത്മീർ എന്ന് പറയാ. ഈത്തപ്പാടാന്ന് പറയും. ഈന്തപ്പനെ ഈത്തപ്പഴത്തിൻ്റെ അതിൻ്റെ കുരുവിൻ്റെ ഉള്ളിലുള്ള ആ പാടക്കാണ് ഖിത്മീർ എന്ന് പറയാം. അതുപോലും അവർക്ക് ഉടമപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞാല് ലോകത്തൊരു സംഗതിക്കും ആർക്കും അധികാരമില്ല, ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല, ആർക്കും അള്ളാഹു ചെയ്തതിനെ തട്ടിമാറ്റാൻ കഴിയില്ല, അള്ളാഹു തീരുമാനിച്ചതിനെ മാറ്റാൻ കഴിയില്ല, അള്ളാഹു കൊണ്ടുവരാത്തതിനെ കൊണ്ടുവരാൻ കഴിയില്ല, അള്ളാഹു കൊണ്ടുവന്നതിനെ തടുക്കാൻ കഴിയില്ല. അത്രക്കാണ് അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നാണ്. അള്ളാഹുവിന് പുറമെയുള്ളവർ, മിൻ ദൂനിഹി എന്ന് പറഞ്ഞ ഹും എന്നിടത്തിലേക്കാണ് കേട്ടോ ഈ ലമീർ. ഈ ആയത്ത് മിക്കവാറും നമ്മുടെ ആളുകൾ തൗഹീദി പ്രബോധനത്തിന്റെ വേദികളിൽ ധാരാളമായി ഉദ്ധരിക്കാറുള്ള ആയത്താണ്. അവരെ വിളിച്ചാൽ, ഹും എന്ന് പറഞ്ഞാൽ ആരാണ്? അവിടെ നമ്മൾ ഇമാം ഖുർത്തുബിയുടെ തഫ്സീർ ഉദ്ധരിക്കാറുണ്ട്. ഇൻ തദ്ഉഹും എന്ന് പറഞ്ഞാൽ ഇൻ തസ്തഗീസു ബിഹിം, നിങ്ങൾ അവരോട് ഇസ്തിഗാസ നടത്തിയാൽ. ഇസ്തിഗാസയാണ് ഞങ്ങൾ നടത്തുന്നത്,
അള്ളാഹുവിന് പുറമെയുള്ള ഔലിയാക്കൾ, അമ്പിയാക്കൾ, ജിന്നുകൾ, മലക്കുകൾ, അങ്ങനെ പലരെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ. അതിനൊക്കെ ഇതിൽ ഉൾപ്പെടുത്താമെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. സുമ്മ യജൂസു അൻ യർജിഅ ഹാദാ ഇലാ അൽ മഅബൂദീന മിമ്മാ യഅഖിൽ കൽ മലായിക വൽ ജിന്ന് വൽ അംബിയാ. കണ്ടോ, അമ്പിയാക്കളോട് പ്രാർത്ഥിക്കുന്ന, മലക്കുകളോട് പ്രാർത്ഥിക്കുന്ന, ജിന്നുകളോട് പ്രാർത്ഥിക്കുന്ന, ഇതിനൊക്കെ ഇതിന്റെ പരിധിയിൽപ്പെടുത്താന്നാണ്. കാരണം അവരെല്ലാം അള്ളാഹുവിന് പുറമേ എന്ന് പറഞ്ഞ എല്ലാം വിട്ടു. അത് അമ്പിയാക്കളെ വിളിച്ചാലും ജിന്നിനെ വിളിച്ചാലും ശൈത്താനെ വിളിച്ചാലും ആരെ വിളിച്ചാലും അല്ലാഹ് പറയാണ്, ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കൂല കേട്ടോ. വലൗ സമിഉ മസ്തജാബൂ ലക്കും, ഇനി അത് കേട്ടാൽ തന്നെ അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യില്ല. എന്ന് പറഞ്ഞാൽ എന്താ? ചിലപ്പോൾ കേൾക്കുന്ന ആളുകളോട് നമ്മൾ ദുആ ചെയ്തേക്കാം. അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പോൾ കേരളത്തിൽ തന്നെ ദേവിയാണ്, അമ്മയാണ്, ദൈവമാണ് എന്നൊക്കെ പറയുന്ന ഒരു അമ്മ ഉണ്ടല്ലോ. അവരെ മുമ്പിൽ പോയ ഒരാൾ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ പ്രാർത്ഥന കേട്ടു വിചാരിച്ചോ. അങ്ങനെ കേൾക്കുന്ന ആരായാലും, അത് ജിന്ന്, ഇപ്പൊ ജിന്ന് വലിയ വിവാദമാണ്. ജിന്നിനോട് ചോദിക്കാവോ, അത് ഇസ്തിഗാസയാണോ, പ്രാർത്ഥനയാണോ, വിളി കേൾക്കോ? പ്രിയപ്പെട്ടവരെ, ആര് കേട്ടാലും അല്ലാഹ് പറയാണ്, ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ, ഇനി കേൾക്കുന്നവരോട് ചോദിച്ചാൽ മസ്തജാബൂ ലക്കും. അതാണ് ഇവിടുത്തെ പോയിന്റ്. ഈ ആയത്തിന്റെ പോയിന്റ് എന്താണ്? അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുകയില്ല. ആരോട് ചോദിച്ചാലും അവർ ഉത്തരം തരൂല. മുഹ്യിദ്ദീൻ ശേഖനോട് ചോദിച്ചാലും ഉത്തരം തരൂല. മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ ചോദിച്ചാലും ഉത്തരം കിട്ടൂല. അള്ളാഹുവിന് പുറമെയുള്ളവർ ഈന്തപ്പനയുടെ കുരുവിന്റെ പാട പോലും ഉടമപ്പെടുത്തുന്നില്ല. വയൗമൽ ഖിയാമത്തി, അന്ത്യനാളിൽ, യക്ഫുറൂന, അവര് നിഷേധിക്കും, ബിശിർക്കിക്കും, നിങ്ങൾ അവരെ വിളിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥനയാകുന്ന ശിർക്കിനെ അവര് നിഷേധിക്കും. വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, ഇതുപോലെ നിനക്ക് സൂക്ഷ്മജ്ഞാനിയെ പോലെ അള്ളാഹുവിനെ പറ്റി നിന്നോട് പറഞ്ഞു തരാൻ മറ്റാരുമില്ല. അള്ളാഹ് സൂക്ഷ്മമായി അറിയുന്നവനാണ്. അപ്പടച്ചോരെ പോലെ നിനക്ക് ഫലായുനബ്ബിഉക, നിനക്കുണർത്തിത്തരാൻ, നിന്നെ ബോധ്യപ്പെടുത്താൻ, നിനക്ക് വർത്തമാനം പറഞ്ഞു തരാൻ ആരുമില്ല എന്നുള്ള പറഞ്ഞു തരാൻ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന് പുറമെ ആരോട് ചോദിച്ചാലും ആരോട് തേടിയാലും കിട്ടുകയില്ല, ലഭിക്കുകയില്ല, പ്രാർത്ഥനക്ക് ഉത്തരം തരൂല എന്ന് പഠിപ്പിക്കുന്ന ആയത്താണിത്. എന്നിട്ട് അല്ലാഹ് പറയാണ്, യാ അയ്യുഹന്നാസ്, ഹേ ജനങ്ങളെ, അന്തുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിങ്കലേക്ക് ഫക്കീറാണ്, നിങ്ങൾ അല്ലാഹുവിങ്കലേക്ക് ആശ്രയമുള്ളവരാണ്, നിങ്ങൾ അല്ലാഹുവിനെ ആശ്രയിക്കേണ്ടവരാണ്. എന്നാൽ വല്ലാഹു, അല്ലാഹു ആകട്ടെ, ഹുവൽ ഗനിയുൽ ഹമീദ്, അവൻ അനാശ്രയനാണ്, അവൻ ആരെയും ആശ്രയിക്കേണ്ടതില്ലാത്ത വിധം ധന്യനാണ്. അൽ ഗനിയ്, ധന്യനാണ്. അൽ ഹമീദ്, സ്തുത്യർഹനാണ്. അള്ളാഹ്ക്ക് ആരും ആവശ്യമില്ല. അള്ളാഹുവിന് ഒരാളുടെ ആവശ്യമില്ല. ലോകത്തുള്ള മൊത്തം മനുഷ്യന്മാരും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹ്ക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മളെപ്പോഴും കേൾക്കാറുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് ഉണ്ടല്ലോ, യാ ഗുലാം, മോനെ, ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, ഞാൻ നിന്നെ ചില വാക്കുകൾ പഠിപ്പിച്ചു തരാം. അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, നീ ഇഹ്ഫദില്ലാ, അള്ളാഹിനെ സൂക്ഷിക്കണേ, അള്ളാഹു നിന്നെയും കാത്തു രക്ഷിക്കും. നീ ഇദാ സഅൽത ഫസ്അലില്ലാ, നീ എന്ത് ചോദിക്കുകയാണെങ്കിലും നീ അള്ളാഹുവിനോട് ചോദിക്കണേ. വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാ, നീ ഏത് കാര്യങ്ങൾക്ക് സഹായം തേടുകയാണെങ്കിലും അള്ളാഹുവിനോട് സഹായം തേടണേ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, വഅലം, മോനെ, നീ അറിഞ്ഞോ, അന്നൽ ഉമ്മത ലവിജ്തമഅത് അലാ യൻഫഉക ബിശൈഇൻ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും നിനക്കൊരു ഉപകാരം ചെയ്യാൻ അവരെല്ലാവരും കൈചേർത്ത് പിടിച്ച് ഒരുമിച്ച് ഇങ്ങോട്ട് നിന്നു. ലൻ യൻഫഊക ഇല്ലാ ബിശൈഇൻ ഫഖദ് കതബഹുല്ലാഹു ലക്,
അല്ല നിനക്ക് തീരുമാനിച്ചതല്ലാതെ അവർക്കൊന്നും നിനക്ക് ചെയ്യാൻ പറ്റൂല. നോക്ക്, സകല മനുഷ്യന്മാരും ഒരുമിച്ച് കൂടിയാലും ഒന്നും കിട്ടൂല. നേരെ തിരിച്ചും അവരെല്ലാം അല്ല തീരുമാനിച്ച ഒരു ഉപദ്രവത്തെ മാറ്റി മറിക്കാൻ, അങ്ങോട്ട് തീർപ്പാക്കാൻ തീരുമാനിച്ചാലും കഴിയൂല. അല്ലെ, ലോകത്തുള്ള സകല ഡോക്ടർമാരും ചുറ്റും കൂടി നിന്നാലും അല്ല തീരുമാനിച്ച സമയത്ത് നമ്മളെ റൂഹ് അങ്ങോട്ട് പോകും. നിങ്ങൾക്കറിയില്ലേ, മൈക്കിൾ ജാക്സൺ, അദ്ദേഹത്തിന് എത്ര ഡോക്ടർമാരാണ്, എത്ര പരിചാരകരാണ്, എത്ര ശുശ്രൂഷകരാണ്. എന്തിനാ? ആരോഗ്യത്തോടെ ഒരുപാട് കാലം ജീവിക്കണം എന്ന് ആഗ്രഹിച്ചു. പക്ഷെ എല്ലാം വിട്ടെറിഞ്ഞ് അദ്ദേഹം പ്രതീക്ഷിച്ചതിലും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തിരിച്ചങ്ങോട്ട് പോയി. കോടിക്കണക്കിന് ഡോളറാണ് തൻ്റെ ജീവൻ നിലനിർത്താൻ അദ്ദേഹം ചെലവഴിച്ചത് എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ ഒരുപാട് ആളുകൾ. ഒന്നും ഉണ്ടാവില്ല. അള്ള തീരുമാനിച്ചതിന് മാറ്റാൻ ലോകത്താർക്കും കഴിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ്. അള്ളാഹു സുദർഹനാണ്, അവൻ ധന്യനാണ്. അവൻ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ യുദ്ഹിബിക്കും, നിങ്ങളെ ഇവിടെ നിന്ന് പോക്കിക്കളയുന്നതാണ്. പുതിയ ഒരു സൃഷ്ടിയെ കൊണ്ടുവരികയും ചെയ്യുന്നതാണ്. ഭൂമിയിലെ അള്ളാഹു വിചാരിക്കുകയാണെങ്കിൽ നമ്മളങ്ങോട്ട് കളയാൻ വലിയ പാടുണ്ടോ പ്രിയപ്പെട്ടവരെ? എത്ര സമുദായങ്ങളെ തുടച്ചു നോക്കിയിട്ടുണ്ട് ഭൂമിയിൽ നിന്ന്. അപ്പൊ അള്ളാഹു മതി എന്ന് തീരുമാനിക്കുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമുള്ളത്. അതുകൊണ്ടാണ് കുറേ ചരിത്രം പറഞ്ഞതിന് ശേഷം നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. അവനേ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുള്ളൂ, അവനേ ഉത്തരം ചെയ്യുള്ളൂ. അവനല്ലാത്ത ആരും കേൾക്കൂല. ഇനി കേട്ടു എന്ന് വിചാരിച്ചോ, എന്നാൽ ഉത്തരം ചെയ്യൂല. ഇപ്പൊ മരിച്ചവര് കേൾക്കോ ഇല്ലയോ എന്നൊക്കെ ചർച്ച ചെയ്യുന്ന ആളുകളുണ്ട്. എനിക്ക് കേട്ടു വിചാരിച്ചോ, ഉത്തരം ചെയ്യോ? ഇല്ലെന്നല്ല പറഞ്ഞല്ലേ. കേൾക്കുമെന്ന് സ്ഥാപിച്ചാൽ തന്നെ ഉത്തരം ചെയ്യൂല പ്രിയപ്പെട്ടവരെ. നോക്കൂ, ആർക്കാണോ അപേക്ഷ കൊടുക്കേണ്ടത് അവിടെ കൊടുക്കണം. അതല്ലാത്ത കരങ്ങളിലേക്ക് കൊടുത്താൽ അവർക്ക് തീരുമാനാധികാരമില്ല. ഒന്നും തീരുമാനിക്കാൻ പറ്റാത്ത ആളുകളോട് നമ്മൾ അപേക്ഷ കൊടുത്തിട്ട് എന്താ? എവിടെയാണോ അപേക്ഷ കൊടുത്ത് തീരുമാനമാകുന്നത് അവിടെയല്ലേ അപേക്ഷ കൊടുക്കേണ്ടത്? അത് അള്ളാഹുവാണ്. ആ അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത്, പറയേണ്ടത്, വിളിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്, ഇസ്തിഗാസ നടത്തേണ്ടത്, സഹായം തേടേണ്ടത്. അവനല്ലാത്ത ആരോടും അത് ആവശ്യമില്ല. ഒരു ശേഖനോടോ വലിയനോടോ ബീവിയോടോ ജീവിച്ചിരിക്കുന്നവരോടോ മരണപ്പെട്ടവരോടോ ആവശ്യമില്ല പ്രിയപ്പെട്ടവരെ. അതല്ല അലല്ലാഹി, അള്ളാഹുവിൻ്റെ അടുക്കൽ, ബി അസീസ്, ഒരു വലിയ പ്രയാസമുള്ള ഒരു കാര്യമല്ല എന്ന്. ഏത്? നിങ്ങളങ്ങോട്ട് ഭൂമിയിൽ നിന്ന് നീക്കിക്കളയാനേ, ധിക്കാരികളും അഹങ്കാരികളുമായിട്ടുള്ള ഭൂമിയിൽ ഉള്ള ആളുകളെ നീക്കിക്കളയാൻ പടച്ചോന് വലിയ പണിയൊന്നുമില്ല എന്നാണ് അതിൻ്റെ ചുരുക്കം. അള്ളാഹ്ക്ക് അത് വലിയ ഭാരപ്പെട്ട വീര്യപ്പെട്ട കാര്യമൊന്നുമല്ല, പ്രയാസപ്പെട്ട കാര്യമൊന്നുമല്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, നമുക്ക് അള്ളാഹു മതി. നമ്മൾ അള്ളാഹുവിലേക്ക് കരമുയർത്തി പ്രാർത്ഥിക്കുക. 5 നേരം ദുആ ചെയ്യുക. ഓരോ രാവിലും സുജൂദിൽ ദുആ ചെയ്യുക. തഹജ്ജുദിന്റെ നമസ്കാരത്തിന്റെ സമയത്ത് ദുആ ചെയ്യുക. റബ്ബിനോട് ചോദിക്കുക. ഒന്നും വെറുതെ ആവില്ല. ചോദിച്ചത് ചിലപ്പോൾ കിട്ടില്ല എന്ന് വന്നേക്കാം, പക്ഷെ അതൊക്കെ പരലോകത്ത് ഗുണകരമായിരിക്കും. ഇനി അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുന്നതോ അത് ശിർക്കാണ്, അത് നരകത്തിലേക്കുള്ള പണിയാണ്, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത സംഗതിയാണ്. ലോകത്ത് അള്ളാഹു പുറത്തരൂല എന്ന് പറഞ്ഞ പാപാണ്. അതുകൊണ്ട് ഒരു വലിയനോടോ ഒരു തങ്ങളോടോ ഒരു ബീവിയോടോ മരിച്ചുപോയ ആൾക്കാരോടോ നമ്മൾ ചോദിക്കേണ്ട പ്രിയപ്പെട്ടവരെ. അള്ള മതി. ഇതല്ല നമ്മളെ പഠിപ്പിക്കുന്ന വളരെ വിലപ്പെട്ട തൗഹീദിന്റെ പാഠമാണ്. ഇത് മറക്കാതിരിക്കുക, ഇത് ജീവിതത്തിൽ പുലർത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിന്റെ ആളുകളായി ജീവിക്കാനും തൗഹീദിന്റെ കലിമയായ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരണപ്പെടുവാനും നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.